എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ വളരെ രുചികരമായിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ തനിനാടൻ മുട്ടക്കറിയാണ്. ഈ ഒരു മുട്ടക്കറിയുടെ പാചകം ഒരു പ്രത്യേക രീതിയിലാണ് നമ്മൾ ചെയ്ത് കാണിക്കുന്നത്. നല്ല സ്വാദാണ് കഴിക്കാനായിട്ടും. ഇനിയിപ്പോൾ നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കുന്ന ചോറിനും ചപ്പാത്തിക്കും പുട്ടിനും അങ്ങനെ എന്നു വേണ്ട എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി സൈഡ് ഡിഷാണ്. ഒരിക്കൽ ഉണ്ടാക്കി നോക്കിയാൽ വീണ്ടും വീണ്ടും നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കൂ. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇന്നത്തെ നമ്മുടെ മുട്ടക്കറിയിലേക്ക് ഞാൻ കുറച്ച് നാളികേര പാലൊക്കെ ചേർത്തിട്ടാണ് കറി തയ്യാറാക്കി എടുക്കുന്നത്. മുട്ടക്കറി ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ചേർക്കുന്ന നാളികേര പാല് നല്ല കട്ടിയുള്ളതായിരിക്കണം. അപ്പോഴാണ് കറിയുടെ സ്വാദും നല്ല പോലെ തന്നെ നമുക്ക് കിട്ടുന്നതും. ഇതുപോലൊരു മുട്ടക്കറി തയ്യാറാക്കിയാൽ ഉണ്ടാക്കുന്ന ചോറ് മുഴുവനും തന്നെ കാലിയായി കിട്ടും. വളരെ സിമ്പിളാണ് ഈ ഒരു കറിയുടെ പാചകം. അപ്പോൾ നമുക്ക് നോക്കിയാലോ. ഇനി നമുക്ക് മുട്ടക്കറിയുടെ പാചകം തുടങ്ങാം. ഇതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചട്ടി ചൂടായി വരുന്ന സമയം കൊണ്ട് ഇവിടെ 6 മുട്ട പുഴുങ്ങി ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ കൂടെ നമുക്കൊന്ന് എടുത്തു വെക്കാം. 15 കൊച്ചുള്ളി കട്ട് ചെയ്തത്, 3 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തത്, ഒരു 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തത്. ഇനി ഇതിന്റെ കൂടെ തന്നെ 2 തക്കാളി ഒന്ന് ചെറുതായി കട്ട് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 300 മില്ലി അളവില് 2-ാം പാലും 200 മില്ലി അളവില് 1-ാം പാലും ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ മൺചട്ടി ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ചട്ടിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉലുവ ചേർത്തൊന്ന് പൊട്ടിച്ചെടുക്കാം. ഉലുവ ഇപ്പോൾ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇഞ്ചി ചേർത്തൊന്ന് വഴറ്റിയതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. വീണ്ടും നല്ലോണം വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അതിനുശേഷം എരിവിന് ആവശ്യമായ 3 പച്ചമുളക്, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി കൂടെ ചേർക്കാം. ഇനി ഇതെല്ലാം നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് മുരിഞ്ഞ് കിട്ടണം. വഴറ്റുന്ന ഉള്ളി പെട്ടെന്നൊന്ന് മുരിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് കല്ലുപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. കല്ലുപ്പും കൂടെ ചേർത്തിട്ട് വീണ്ടും ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ കൊച്ചുള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി വന്നിട്ടുണ്ട്. ഈ ഒരു പാകമായാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ആദ്യം തന്നെ 1/4 ടീസ്പൂൺ അളവിലും കുറച്ചായിട്ട് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്നുകൂടെ നല്ല പോലെ ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ ആ ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ അളവിൽ തന്നെ കാശ്മീരി മുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം മുളക് പൊടി നല്ലതുപോലെ ഇളക്കി മൊരിയിച്ചെടുക്കാം. മുളക് പൊടിയും നല്ലപോലെ മൊരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായ 1 ടീസ്പൂൺ അളവില് എരിവെള്ളം മുളക് പൊടി കൂടെ, എരിവെള്ളം മുളക് പൊടിയുടെ കൂടെ തന്നെ 1/2 സ്പൂൺ അളവില് മല്ലിപ്പൊടി കൂടെ ചേർക്കാം. പൊടികൾ ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും നല്ലപോലെ ഇളക്കി ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഈ മുട്ടക്കറിയിലേക്ക് മസാലപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല. പൊടികളൊക്കെ ഇപ്പോൾ നല്ല പോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. തക്കാളി കഷ്ണങ്ങളും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്നിളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വാടി കിട്ടുന്നതിനായിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2-ാം പാലിൽ നിന്നും കുറേശ്ശെ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്ന് മൂടി വെച്ച് വേണം നമുക്ക് വേവിച്ചെടുക്കാനായിട്ട്. തക്കാളിയൊക്കെ ഇനി പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കാം. തക്കാളി ചേർത്ത് 1 മിനിറ്റ് നേരം മൂടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി മൂടി തുറന്നിട്ട് ഒന്നുകൂടെ അടിചേർത്ത് ഇളക്കി കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള നാളികേരപ്പാൽ കൂടെ ചേർക്കുവാണ്. ഒന്നുകൂടെ കറിയൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നാളികേരപ്പാലൊക്കെ ഒന്ന് വറ്റി കുറുകിയ പാകത്തിലേക്ക് ആയി കിട്ടണം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ തിളക്കാൻ തുടങ്ങിയിട്ട് ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. അപ്പോഴേക്കും കറിയുടെ ആ ഒരു ചാറൊക്കെ ഒന്ന് കുറുകിയ പാകത്തിലേക്കും തക്കാളിയൊക്കെ ഒന്നുകൂടെ വെന്ത് പാകമായി കിട്ടും. മൂടി വെച്ച് കൊടുക്കുവാണ്. അങ്ങനെ നമ്മുടെ കറി ഇപ്പോൾ നല്ല പോലെ തിളച്ച് തക്കാളിയൊക്കെ നല്ല പോലെ വെന്തുടഞ്ഞ് ഗ്രേവിയായി വന്നിട്ടുണ്ട്. ഇത്രയും തന്നെ വറ്റിച്ചെടുത്താൽ മതിയാകും. ഇനി അധികം ചാറ് വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർക്കാം. ഇനി അധികം കറി തിളപ്പിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇനി 1-ാം പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിലുള്ള ചാറൊക്കെ ഉണ്ട്. ഇനി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അടിച്ചേർത്തൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ബാക്കിയുള്ള പാല് കൂടെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ വളരെ സ്വാദേറിയിട്ടുള്ള തേങ്ങാപ്പാൽ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ മീൻ കിട്ടാത്ത സമയങ്ങളിൽ മീൻകറിയുടെ സ്വാദിൽ നല്ലൊരു മുട്ടക്കറിയും നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ എന്തെളുപ്പത്തിലാണല്ലേ കൂട്ടുകാരെ നമ്മൾ വളരെ സ്വാദേറിയ നല്ലൊരു മുട്ടക്കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്.
ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് മൂടി വെച്ച് കഴിഞ്ഞാൽ തനി നാടൻ രീതിയിലുള്ള ഒരു സിമ്പിൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുവരെയും ഇതുപോലൊരു മുട്ടക്കറി നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ. ഇനിയിപ്പോൾ നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ കറിയുടെ സ്വാദ് നിങ്ങൾക്ക് ഒരുപോലെ തന്നെ ഇഷ്ടമാകുവാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് കിട്ടിയ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നതും. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കേട്ട് ഞാൻ നാളെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഇനിയും കാണാനിരിക്കുന്ന എൻ്റെ പ്രിയ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ രാവിലെ ഓടിയെത്താം. അതുവരെയും സ്നേഹത്തിൻ്റെ ഭാഷയിൽ വീണ്ടും കാണാം.